പോലെ സ്പെഷ്യൽ ആയിട്ട് ഒരാളെ എനിക്ക് ലൈഫ് പാർട്ണറായി കിട്ടിയത് എന്റെ പുണ്യമാണ് ഭഗവാനെ. അവര് വേണ്ടാന്ന് പറഞ്ഞ കാര്യം ഞാൻ എന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞോളാം. ഇനി ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയില്ല. കാര്യം ഞാൻ എന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞോളാം. കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. അത്രയേറെ തലവേദനയുണ്ടോ നിനക്ക്? ചുക്ക് കാപ്പി കുടിച്ച തലവേദനയൊക്കെ കുറയുമെന്ന് ജയന്തി പറഞ്ഞല്ലോ. ഞാൻ പോയി മുത്തശ്ശിയെ കൊണ്ട് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഏയ് മോളെ, ഇപ്പൊ അതൊന്നും വേണ്ട. എന്റെ പൊന്നുമോൾക്ക് എല്ലാ കാര്യവും അറിയാലോ. തലവേദന വന്നാ എന്ത് ചെയ്യണം, കല്യാണ പെണ്ണിനെ എങ്ങനെ റെഡിയാക്കണം. എനിക്കിപ്പോ തലവേദന ഒന്നുമില്ല മോളെ. ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ എല്ലാം ശരിയായിക്കോളും. ഭൈരോ, എനിക്കത് വേണം സീത. എന്ത്? ഞാനത് നേരത്തെ തന്നാ സീത. സീതമ്മ, കള്ളിയാ നീ. നിന്റെ തലവേദനയൊക്കെ പോയല്ലോ. എന്റെ ഫ്രണ്ടിനെ പോലെ വല്ല മാജിക്കും കാണിച്ചോ? നിന്റെ ഫ്രണ്ട് കാണിക്കുന്ന ഓരോ മാജിക് കൊണ്ടാ എന്റെ തലവേദനയൊക്കെ പോകുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ ഫ്രണ്ടിനോട് ഒരു താങ്ക്സ് പറയണം. നിന്റെ ഫ്രണ്ടിന് ഒരു കൊട്ട നിറയെ താങ്ക്സ് കൊണ്ടുപോയി കൊടുക്കണം നമുക്ക്. എന്നാലും കുറഞ്ഞു പോവും. സീതമ്മ, താങ്ക്സിന് ഒരു കൊട്ടയിലൊക്കെ നിറയ്ക്കാൻ കഴിയോ? കാണാൻ താങ്ക്സ് ഒക്കെ എങ്ങനെയാ ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവും. ഓ, താങ്ക്സ് കിസിനെ പോലെയാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഫ്രണ്ടിന് ഇത് തന്നെ കൊടുക്കേ. പോയങ്ങോട്ട്. ഹലോ രാംചേട്ടാ, ഞാൻ ഫോൺ ചെയ്തിട്ട് നിങ്ങൾ എന്താ എടുക്കാത്തെ? എന്നെ കാണുന്നിടത്തേക്ക് വരാന്ന് പറഞ്ഞല്ലേ. ഞാനും അങ്ങോട്ടേക്ക് വന്നതാ. എന്നിട്ട് നിങ്ങൾ എന്താ വരാത്തെ? അഞ്ജു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നോക്ക്, നിങ്ങൾ എന്റെ ചേട്ടനെ മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കല്യാണം നടക്കുള്ളൂ. അപ്പം മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിവേ ഞാൻ മീറ്റ് ചെയ്യുന്നില്ല. ചെയ്യുന്നില്ലേ? മനസ്സിലായില്ല. എന്താ നിങ്ങൾ പറയുന്നേ? അഞ്ജു, നിന്റെ ചേട്ടൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ അവരെ എപ്പോഴേ സമ്മതിക്കുമായിരുന്നു. ഞാൻ വേണമെങ്കിൽ എഴുതി തരാം. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ആരാ എന്താ എന്നൊക്കെ അറിയാതെ അവരെങ്ങനെ സമ്മതിക്കും? നിങ്ങളൊന്ന് വാ, വന്നൊന്ന് സംസാരിക്കേ. അപ്പോഴല്ലേ ചേട്ടന് നിങ്ങളെ കുറിച്ച് മനസ്സിലാവും. അഞ്ജു, നീ പറയുന്ന പോലെ അത്ര ഈസി ആയിട്ട് ഇത് നടക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ ഏട്ടന്മാരിത് സമ്മതിക്കില്ല. എനിക്കറിയാം. എന്തിനാ നിങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നോക്കഞ്ജു, എന്നെ നിനക്ക് വേണമെങ്കിൽ വെള്ളിയാഴ്ച അമ്പലത്തിലേക്ക് വാ, കേട്ടോ? എന്താ? നിന്റെ ചേട്ടൻ സമ്മതിക്കില്ല. വെറുതെ അത് നോക്കി ഇരിക്കണ്ട. നീ എന്തായാലും അമ്പലത്തിലേക്ക് വാ, നമുക്ക് കല്യാണം കഴിക്കാം, കേട്ടല്ലോ? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? അതെ അഞ്ജു, നീ അമ്പലത്തിലേക്ക് വാ. നീ അമ്പലത്തിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും കാണില്ല. ദാറ്റ്സ് ഇറ്റ്. മിസ്റ്റർ റാം, നീ ഹീറോ ആണല്ലേ. എല്ലാരെയും രക്ഷിക്കോ? ഡാ, നീ ആണാണെങ്കിൽ നിന്റെ പെങ്ങളെ രക്ഷിക്കുന്ന എനിക്കൊന്ന് കാണണം. നിനക്കെന്റെ സീതയെ വേണോ അല്ലേ? ഹേയ്, നിന്റെ അനിയത്തിയുടെ അവസ്ഥ കണ്ട് നിന്റെ സീതയെ നീ എങ്ങനെ കല്യാണം കഴിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. ഞാനതൊന്ന് കാണട്ടെ. ഈ രുദ്രപ്രതാപിനെ ചൊറിഞ്ഞിട്ട് ആർക്കും സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. ഇതെന്താ ഇദ്ദേഹം ഇങ്ങനൊക്കെ പറയുന്നേ? അപ്പൊ ശരിക്കും ഞാൻ വെള്ളിയാഴ്ച പോയില്ലെങ്കിൽ
ഇവനെന്നെ വേണ്ടെന്ന് വെക്കൂ. വെള്ളിയാഴ്ച എന്റെ കല്യാണമാണോ? ദൈവമേ, ഇനി എന്താ ഞാൻ ചെയ്യുക? ആ അച്ഛാ, ഞാനൊരു വീഡിയോ അയച്ചത് കണ്ടിരുന്നോ? ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. ആ, നല്ല ഭംഗിയുണ്ടല്ലേ? ഓരോ ഇൻവിറ്റേഷന്റെ കൂടെയും ഒരു കാർഡും നല്ല ഭംഗിയുള്ള ഒരു പട്ടുസാരിയും വെള്ളിത്തൊട്ടും സ്വർണ്ണ നാണയവും ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അത് പോരെ അച്ഛാ? ആ, അച്ഛൻ ഇപ്പൊ തന്നെ എല്ലാം നോക്കി ഓക്കെ പറഞ്ഞ ഞങ്ങൾ ഇപ്പൊ തന്നെ ആദ്യത്തെ ഇൻവിറ്റേഷൻ പെണ്ണിന്റെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിക്കോളാം. ഓക്കെ, അച്ഛൻ നോക്കിയിട്ട് പറഞ്ഞോളൂ. അച്ഛനി എന്തിനാ ഓക്കെ പറയുന്നത് ഭാർഗു? ഞാൻ ഓക്കെ പറഞ്ഞിട്ടില്ലേ? എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അല്ല, ഇതെല്ലാം നീ റെഡിയാക്കിയതല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ. നടക്കാൻ പോകുന്നത് എന്റെ രാമന്റെ കല്യാണം. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. വാണി ചേച്ചി ജീവിച്ചിരുന്നെങ്കിൽ ഈ കല്യാണം എങ്ങനെ നടത്തുമോ അതിനേക്കാളും ഗംഭീരമായിട്ട് എനിക്കിത് നടത്തണം. വാണിച്ചേച്ചിയുടെ മനസ്സിൽ സീത ഈ വീട്ടിലേക്ക് വന്നിട്ടെങ്കിലും ഇവളുടെ നാടകം ഒന്ന് അവസാനിക്കട്ടെ. ചേച്ചി, സീതയുടെ വീട്ടുകാരെയും അവിടെയുള്ള എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നില്ലേ? ആ സാധന, എല്ലാവരെയും നമ്മൾ വിളിക്കുന്നുണ്ട്. നീ വേഗം തന്നെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യ. ആ അപ്പു, പിന്നെ നാളെ കങ്കണശാസ്ത്രം തുടങ്ങുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് തുടങ്ങിയ പിന്നെ നിനക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവാൻ പറ്റില്ല. ഇമ്പോർട്ടന്റ്ലി സീതയെ നിനക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാ. അതെന്താ? വൈ മേമ? വയ്യെന്നോ? എടാ, അതൊരു ചടങ്ങാ. ഇതെന്ത് ചടങ്ങാ മേമ? അതില്ലേ രാമ, കല്യാണം കഴിഞ്ഞാലേ ഭാര്യയുടെ മുഖം അല്ലാതെ വേറെ ഒരു മുഖവും നിനക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നീ 2-3 ദിവസത്തേക്കൊന്ന് അടങ്ങ്. ഇപ്പൊ പ്രയാസം ഉണ്ടാകും, പക്ഷെ കല്യാണ മണ്ഡപത്തില് സീതയുടെ മുഖം കാണുമ്പോ നിനക്കൊരു സന്തോഷമൊക്കെ തോന്നും. എന്നാലും ഇതെനിക്കെന്തോ വേണ്ടാത്തൊരു ചടങ്ങായി തോന്നുന്നു ചെറിയച്ച. ആ, വേണ്ടാത്തതെങ്ങാനും ചെയ്താലുണ്ടല്ലോ വാങ്ങിക്കോ എന്റെ കയ്യിന്ന്. സാധന, ലേറ്റായി, വാ. മേമ ഒരു മിനിറ്റ്, ഇൻവിറ്റേഷൻ കൊടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? വേണമെന്നില്ല. രാമ, കല്യാണം കഴിഞ്ഞാൽ സീതയെ ഒഴിച്ച് വേറെ ആരെ സഹായിക്കാൻ നിനക്ക് സമയം ഉണ്ടാവില്ല. ഇപ്പോ അടങ്ങി നിൽക്കേ. സാധന, ലേറ്റ് ആവുന്നു, വാ. എന്ന് വെച്ചാ എനിക്ക് സീത ഇനി ചടങ്ങുകൾ കഴിയുന്നവരെ കാണാൻ പറ്റില്ല. കാണണമെങ്കിൽ അത് ഇന്നേ പറ്റുള്ളൂ. അവളുടെ അടുത്തുനിന്ന് കിട്ടാനുള്ള ബാലൻസ് ഇനി വാങ്ങാനും ഉണ്ട്. അതിന് നീ മറന്നെന്ന് പറഞ്ഞാലും സീത, ഞാനത് മറക്കുന്ന പ്രശ്നമേ ഇല്ല. അമ്മേ, അതാരാണെന്നൊന്ന് നോക്കിയേ. നിനക്കുള്ള ജ്യൂസാ ഞാൻ ഉണ്ടാക്കുന്നേ. ഞാൻ ബിസിയല്ലേ, നീ പോയി നോക്ക്. അല്ലെങ്കിലും ഈ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോ പെണ്ണുങ്ങൾ ഒരു കാര്യം അറിയില്ല. ഞാൻ നോക്കിക്കോളാം. ആരാ അവിടെ? പേപ്പർ ബില്ലോ? 1 മാസം എത്ര തവണയാ വരുന്നേ? അമ്മേ, ഞാൻ പോയി നോക്കിക്കോളാം. പോയി നോക്കുമോളെ. എന്ത്? രാമേട്ടാ, നിങ്ങളെന്താ ഇവിടെ? അഞ്ജു, ഈ വെള്ളിയാഴ്ച നമ്മുടെ കല്യാണം. നിനക്ക് ഓർമ്മയില്ലേ? ക്ഷേത്രത്തിൽ ഞാൻ കാത്തിരിക്കും. നീ വന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പാ
പേപ്പർ ഇടുന്നവർക്ക് എന്തിന്റെ കേടാ? തോന്നുമ്പോഴൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അഞ്ജു, ഈ വെള്ളിയാഴ്ച നമ്മുടെ കല്യാണമാ. ഞാൻ ക്ഷേത്രത്തിൽ കാത്തിരിക്കും. ആഹാ, മെസ്സേജ് സീൻ ചെയ്തിട്ട് ഒരു റിപ്ലൈ ഇല്ലല്ലോ. ഇറ്റ്സ് നോട്ട് ഫെയർ. സീത, മെസ്സേജ് കണ്ടിട്ടും എന്താ റിപ്ലൈ ചെയ്യാത്തത്? ആൻസർ പ്ലീസ്. എന്റെ ബാലൻസ് കയ്യിൽ വെച്ച് എന്നെ വെറുതെ കളിപ്പിക്കല്ലേ. ഒരു മിനിറ്റ് നിൽക്കേ. This is not fair, Sida. You are a cheater. സീതമ്മ, എനിക്കൊരു ലീവ് ലെറ്റർ എഴുതി തരാൻ പറഞ്ഞിട്ട് നീ ഇവിടെ ഫോണിൽ കളിക്കാ? ശരി ശരി, എടുത്തു വെച്ചു. ഓക്കെ അല്ലേ? താ. സീതമ്മ, കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നീ ഒരുപാട് ഫോൺ നോക്കുന്നുണ്ട്. നീ ബാഡ് ഗേൾ ആവുന്നുണ്ട്. ഇപ്പൊ ഞാൻ ലീവ് ലെറ്റർ എഴുതുമല്ലേ? ഫോൺ കണ്ടില്ലേ ഞാൻ ഇവിടെ വെച്ചത്? പക്ഷെ സീതമ്മ, പ്രിൻസിപ്പൽ മാം എനിക്ക് 10 ദിവസം ലീവ് തരുമോ? അമ്മയുടെ കല്യാണത്തിന് ആരാണെങ്കിലും തരും. പക്ഷേ നിനക്ക് അതിന്റെ പ്രഷർ കൂടുക മോളെ. ക്ലാസ് വർക്കും ഹോംവർക്കും ഒക്കെ ചെയ്യാൻ ഒരുപാടുണ്ടാവും നിനക്ക്. സീതമ്മ, അതൊന്നും ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ച് നോട്ട്ബുക്ക് വാങ്ങിച്ച് ഫുൾ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോളാം. ഓഹോ, വലിയ MBBS കാര്യമാണല്ലോ നീ. 4 ദിവസം ലീവ് എടുത്തെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല. എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? നിന്റെ മോളെ മിടുക്കി കുട്ടിയാ, എല്ലാം പെട്ടെന്ന് പഠിച്ചോളൂ. ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടല്ലോ, പുസ്തകത്തിലുള്ളത് മാത്രം പഠിക്കാൻ പറ്റുന്നില്ലേ? പ്രിയ, പറഞ്ഞു ദിവസം അടുത്തെത്തി. നാളെ വെള്ളിയാഴ്ച. നീ റാമിന്റെ വീട്ടിൽ പോകോ സീതയുടെ വീട്ടിൽ പോകോന്ന് ഇന്ന് തന്നെ ഡിസൈഡ് ചെയ്തോ. രാവിലെ എഴുന്നേറ്റ് കുണുങ്ങാൻ നിക്കണ്ടേ നീ? കറക്റ്റാ, നാളെ വെള്ളിയാഴ്ച, അതായത് കങ്കണശാസ്ത്രം. ഞാൻ സീതയുടെ വീട്ടിലേക്ക് പൊക്കോളാം, അല്ലെങ്കിൽ സിഹി എന്നെ വഴക്കു പറയും. നാളെ ഞാൻ അമ്പലത്തിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് രാമേട്ടനെ ഒരിക്കലും കാണാൻ കഴിയില്ല. അഥവാ ഇനി പോയാ കല്യാണം. അയ്യോ ഭഗവാനെ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അഞ്ജു, അയ്യോ അഞ്ജു, എന്തുപറ്റി? എഴുന്നേക്ക് മോളെ. എന്റെ ദൈവമേ, നീ ഓക്കെ അല്ലേ? ആഴ്ചയിൽ 4 ദിവസം ഓരോ വ്രതങ്ങൾ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ഡോക്ടറായിട്ട് നിന്റെ കാര്യത്തെ കുറിച്ച് നിനക്ക് ഒരു കൺസേണും ഇല്ലേ? കുഴപ്പമൊന്നുമില്ല ചേച്ചി, ജസ്റ്റ് സ്ലിപ്പായതാ, പേടിക്കൊന്നും വേണ്ട. നീ വെള്ളം കുടിച്ചേ. കുടിക്ക്. നടക്കുമ്പോ വീണാലും കുഴപ്പമില്ല മോളെ, അതങ്ങ് മാറിക്കോളൂ. ജീവിതത്തിൽ വീണാലോ അവസ്ഥ എന്താ? അമ്മേ, സ്റ്റെപ്പിൽ നിന്ന് വീണാലും ലൈഫിൽ നിന്ന് വീണാലും കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കാവോ? എങ്ങോട്ടാ നാളെ വരുന്നേ? റാമിന്റെ വീട്ടിലോ സീതയുടെ വീട്ടിലോ? അല്ല, നിന്റെ കാര്യം എങ്ങനെ? ഞാൻ ഇതുവരെ ഒന്നും ആലോചിച്ചിട്ടില്ല, നോക്കാം. ഞാൻ എങ്ങോട്ടെന്ന് വെച്ച് പോവും? അമ്പലത്തിലേക്ക് പോയ ചേട്ടന്റെ വിശ്വാസം ഇല്ലാതെയാകും. പോയില്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ആളെ നഷ്ടവും. അഞ്ജു, ഇതിലെന്താ ഇത്ര ആലോചിക്കാനിരിക്കുന്നേ? എങ്ങോട്ട് പോണെന്ന് തീരുമാനിക്കാനായിട്ട് മനസ്സിൽ ഇങ്കി പിങ്കി പൊങ്കി കളിക്കുക. നിങ്ങൾ എല്ലാവരും പോകുന്നത് എങ്ങോട്ടാണോ ഞാനും അങ്ങോട്ടാ ചേച്ചി. അങ്ങനെ വേണം നല്ല കുട്ടികൾ.
സീത സീത അവിടുത്തെ അമ്മ വന്നിട്ടുണ്ട് മോളെ. ഭാർഗവി മേമയാണോ? ഓ, ചെറുക്കന്റെ വീട്ടുകാര്. വാ വാ വാ. വരൂ മേമ, വരൂ. ഇൻവിറ്റേഷനൊക്കെ റെഡിയായി. ആദ്യത്തെ ക്ഷണപത്രം ഇവിടെ തരാന്ന് വിചാരിച്ചു വന്നതാ. ഓൾറെഡി ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു കല്യാണത്തിന്റെ ചടങ്ങുകളൊക്കെ ഞങ്ങളുടെ ഒരു രീതി തന്നെ നടത്തണമെന്ന്. അച്ഛന്റെ ആഗ്രഹം അതാണ്. അയ്യോ, അതൊക്കെ ഒന്ന് പറഞ്ഞതല്ലേ. എല്ലാം നിങ്ങളുടെ രീതിയിൽ മതി, ഞങ്ങൾക്ക് ഒരു എതിർപ്പുമില്ല. ചിലതൊന്നും ഞങ്ങൾക്കറിയില്ല. പറഞ്ഞോളൂ, നിങ്ങളുടെ ചടങ്ങ് പ്രകാരം തന്നെ നടത്താം. അത്ര വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചില കാര്യങ്ങളില് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ കങ്കണശാസ്ത്രം കഴിഞ്ഞ പിന്നെ ചെറുക്കനും പെണ്ണും വീടിന് പുറത്തു പോവാൻ പാടില്ല. അത് ഞങ്ങളുടെ ഒരു ചടങ്ങാണ്. സീത, നീ ഓഫീസിലേക്കൊന്നും പോവാൻ പാടില്ലേ? മേമ, ഒഫീഷ്യലായിട്ട് ഞാൻ ലീവ് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഓഫീസിലേക്ക് പോവേണ്ടി വരും. ഹാ, ബോസിനെയല്ലേ കല്യാണം കഴിക്കുന്നത്, പിന്നെന്ത് ഓഫീസാ നിനക്കിനി? ഇറ്റ്സ് ഓക്കെ സീത, നീ ഒരു മെയിൽ ചെയ്താ മതി. ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ശരി മേമ. സീത, എന്ത് പുണ്യം ചെയ്തിട്ടാണാവോ ഇത്രയും നല്ലൊരു അമ്മയെ കിട്ടിയത്. ആക്ച്വലി ദേശായി കുടുംബത്തിലേക്ക് സീതയെന്ന മരുമകൾ വരാൻ പോവല്ലേ. അപ്പൊ പുണ്യം ചെയ്തവര് ഞങ്ങളാ. നിങ്ങളെല്ലാവരും വിവാഹത്തിന്റെ അന്ന് വന്ന് ഈ കല്യാണം ഭംഗിയായിട്ട് മംഗളകരമായിട്ട് നടത്തി തരണം. തീർച്ചയായിട്ടും. ഒരു മിനിറ്റ് സിഹിമോളെ, ഇവിടെ വാ. എന്ത് പറ്റി മുത്തശ്ശ? കൊടുത്തോളൂ. അതുപോലെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മടികൂടാതെ പറയുകയാണെങ്കിൽ അതുപോലെ ചെയ്യാം. അയ്യോ, നിങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ, അത് മാത്രം മതി. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. സീതയുടെ കൂടെ കല്യാണ മണ്ഡപത്തിലേക്ക് വാ, അത് മാത്രം മതി. സാധന, ഇതാ. എനിക്കോ? വീട്ടിലേക്ക് വന്ന് തരായിരുന്നു. എന്നാലും കുഴപ്പമില്ല, തന്നോളൂ. ഓക്കെ സീത, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മേമ. എന്നാ ശരി സീത, ഇവിടെയുള്ള എല്ലാവർക്കും ക്ഷണക്കത്ത് കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങ് പോവും. ഓക്കെ. അയ്യോ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? സന്തോഷായി. വേഗം വാ, വീട് നമുക്ക് ക്ലീൻ ചെയ്യാം. വാ വാ. ഒരു മിനിറ്റ് മോളെ. ഇവിടെ നിന്ന് ഞങ്ങളും ക്ഷണപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് സ്വീകരിക്കണം. നിങ്ങൾ തന്ന പോലെ അത്രയ്ക്കൊന്നുമില്ല, പറ്റുന്ന പോലെ തയ്യാറാക്കി. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആദ്യത്തെ ക്ഷണപത്രം നിങ്ങൾക്ക് തന്നെ തരാന്ന് കരുതി. നിങ്ങളുടെ മോന്റെ കല്യാണത്തിന് നിങ്ങളെ ഞങ്ങൾ തന്നെ ക്ഷണിക്കുക. അയ്യോ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ? പൈസ വെറുതെ വേസ്റ്റ് ആക്കരുതല്ലോ. ഞങ്ങള് തയ്യാറാക്കിയ ഇൻവിറ്റേഷൻ ഉണ്ടല്ലോ. ഇതെല്ലാം സീമോളുടെ ആഗ്രഹങ്ങളാ. അവളിപ്പോ അവളുടെ അമ്മയുടെ കല്യാണമല്ലേ നടത്തുന്നേ, അപ്പൊ അവള് പറയുന്നതും കേൾക്കണ്ടേ. പെണ്ണിന്റെ രക്ഷിതാവാ, അപ്പൊ നീ തന്നെ കൊണ്ട് കൊടുക്കുമോളെ. എന്റെ സീതമ്മയുടെ എന്റെ ഫ്രണ്ടിന്റെയും കല്യാണത്തിന് നിങ്ങൾ എന്തായാലും വരണം. സോ ക്യൂട്ട്. നല്ല ഭംഗിയുണ്ട്. ഇന്ന് വളരെ സ്നേഹത്തോടെ കുമാരി സിഹി. വാവ്, ഇത്ര ചെറിയ പ്രായത്തില് ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റി. യെസ്,
സിഹി വാ. അയ്യോ അതൊന്നും വേണ്ട. ഗോഡ് ബ്ലെസ് യു സീത. ആൻഡ് ഗോഡ് ബ്ലെസ് യു. അയ്യോ വേണ്ട പ്ലീസ്. സിഹി നന്നായി വാ. ഓക്കെ ഇറങ്ങട്ടെ. അയ്യോ എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ. വെള്ളിപ്പാത്രം, സ്വർണ്ണ നാണയം. ഓ എത്ര ഗ്രാം ഉണ്ടായിരിക്കും? ഇത് കൊള്ളാം. സാരി. ഓ സുലോചനെ ലോട്ടറിയാ. ഇതിലിനി എന്താ? എന്റെ അമ്മോ ഇത് കൊള്ളാലോ. ഡ്രൈ ഫ്രൂട്ട്സ് 1 2 3. ഇൻവിറ്റേഷൻ ഈ ലെവലാണെങ്കിൽ ഇനി കല്യാണം ഏത് ലെവലായിരിക്കും? എന്തൊക്കെ സംഭവിച്ചാലും ഇതൊന്നും മറ്റാരുടെയും കൈപ്പെടാതെ എടുത്തു വെക്കണം.